വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. രാവിലെ 9 നാലുപേരും പോവാൻ തയ്യാറായി. ശരൺ വന്നിരുന്നവരെ കൂട്ടാൻ. തിലകരാമൻ അപ്പോൾ ടാക്സി വിളിക്കാൻ ഒരുങ്ങിയായിരുന്നു. ശരണിനെ കണ്ടത് ഒഴിവാക്കി. ഇവിടെ ചിലവർ അമേരിക്കയിൽ നിന്ന് വന്നു എന്നൊക്കെ പറയണ കേട്ടല്ലോ. തിലകരാമനോട് സംസാരിച്ചിരിക്കെ ഉമ്മറത്തേക്ക് വന്ന ചിഞ്ചുവിനോട് കളിയായി പറയുകയാണ് ശരൺ. കേട്ടതേ ഉള്ളോ? ആളെ കണ്ടില്ലേ? അതേ ചിരിയോടെ ചിഞ്ചുവിൻ ചോദിച്ചു. ഉവ്വ് ദേ ഇപ്പൊ കണ്ടു. എന്താണ് ഇന്നലെ പപ്പയോടൊപ്പം അങ്ങോട്ട് വരാഞ്ഞേ? ശരൺ ചോദിച്ചു. ഏതായാലും ഇന്ന് വരികയല്ലേ, അതുകൊണ്ടാ ഞങ്ങൾ ഇറങ്ങാൻ നിൽപ്പായിരുന്നു, ചിഞ്ചു പറഞ്ഞു. ചന്ദനോടെ വഴിക്കണില്ല നിന്നെ കാണാൻ. എനിക്കും കണ്ണുടച്ചിട്ട് വയ്യ, അവളെ കാണാനില്ല, കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ. ചിഞ്ചു കണ്ണിറുക്കി ചിരിച്ചു. ശരൺ നോക്കി കാണുകയായിരുന്നു ചിഞ്ചുവിനെ. തികച്ചും അവൾ ആ പഴയ ചിഞ്ചുവിലേക്ക് എത്തിയിരിക്കുന്നു. ആ സൗന്ദര്യം, പ്രസരിപ്പ്, കളിതമാശകൾ അതെല്ലാം വീണ്ടും അവളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ശരണിന്റെ മനസ്സ് സന്തോഷത്താലൊന്ന് തുടിച്ചു. ഇറങ്ങിയാലോ? ശരൺ തിലകരാമനോട് തിരക്കി. കുടിക്കാനൊന്നും വേണ്ടേ? ചിഞ്ചു ചോദിച്ചു. വേണ്ട, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. പിന്നെ ഉച്ചക്ക് നല്ല സദ്യ ഉള്ളതാ, അതുകൊണ്ട് വയറ്റിലെ സ്ഥലം ആവശ്യമാ. ഓ, ഒരു ഗ്ലാസ് ചായ കുടിച്ചെന്ന് കരുതി സദ്യ കഴിക്കാൻ പറ്റാതെയാവോ? എന്നാന്ന് എനിക്ക് കാണണം. പറഞ്ഞിട്ട് ചിഞ്ചു അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും പാർവതി കയ്യിലൊരു ചില്ല് ഗ്ലാസ്സിൽ ചായയുമായി വരുന്നുണ്ടായിരുന്നു. അവരത് പുഞ്ചിരിയോടെ ശരണിന് നേരെ നീട്ടി. താങ്ക് യു ആന്റി, കറക്റ്റ് ടൈമിൽ എന്നെ സേവ് ചെയ്തേന്. ഞാനൊരു നിമിഷം ഭയന്നുപോയി, എങ്ങാനും ചിഞ്ചു ഉണ്ടാക്കുന്ന ചായ കുടിക്കേണ്ടി വരുമെന്ന്. ഷുഗറും സോൾട്ടും തിരിച്ചറിയില്ലെന്ന് ചിഞ്ചുവിന്റെ പപ്പ പറഞ്ഞിരുന്നേ. ശരൺ ചിരിയൊതുക്കി. അത് പണ്ടല്ലേ, ഇപ്പൊ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, പാറുമേട് ചോദിച്ചു നോക്ക്. ചിഞ്ചു വീർത്ത മുഖത്തോടെ പറഞ്ഞു. അതെ അതെ, ഇപ്പൊ ചിഞ്ചു ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യും. രാത്രിയിൽ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിരുന്നു. ഓ, നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന ചൈതന്യ ചിഞ്ചുവിനെ പിന്തുണച്ചു. അയ്യോ, ഭൂരിഭാഗം അവിടേക്കാണോ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നീ പിണങ്ങലടി മുത്ത്. ശരൺ കുസൃതിയോടെ കണ്ണുകൾ ചിമ്മി ചിരിച്ചു. ഇങ്ങ വാ, പറ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. ചിഞ്ചു അകത്തേക്ക് കയറിയത് വസു നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിഞ്ചുവിന്റെ ചുമലിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി. ആ 3 വർഷങ്ങൾ അവൾ എന്തുമാത്രം മിസ് ചെയ്തിരുന്നെന്ന് പറയാതെ പറയുകയായിരുന്നവൻ. വിശേഷങ്ങളൊക്കെ ഇവിടെയല്ലേ? എവിടെ കുഞ്ഞിപ്പെണ്ണും അമ്മയൊക്കെ? കാണാൻ അത്രയ്ക്ക് കണ്ണുപിടിച്ചിട്ട് വയ്യ. ചിഞ്ചു ചോദിക്കുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് നിന്റെ ചന്തുവിനും. കേട്ടോ അമ്മ, ഈ നേരം വരെ വാതിൽക്ക് വന്ന് നിൽപ്പായിരുന്നു അവള്. അമ്മയുടെ വഴക്കിട്ട് ഇവൻ മുറിക്കകത്തേക്ക് പോയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ അമ്മ കുളിപ്പിക്കുകയാണേ. ചന്ദനയും കുളി കഴിഞ്ഞാണ്. വസു ചിഞ്ചുവിനെയും പാർവതിയെയും ചൈതന്യയും കൂട്ടി മുറിയിലേക്ക് നടന്നു. താഴത്തെ മുറിയാണ് ഇപ്പോൾ വസുവും ചന്ദനയും ഉപയോഗിക്കുന്നത്. പുരുഷന്മാരെല്ലാം ഹാളിലാണ്. സ്ത്രീകൾ ഓരോ ഭാഗങ്ങളിലായി സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. രാധികയുടെ സഹോദരങ്ങളും കുടുംബവും വന്നിട്ടുണ്ട്. രാധികയുടെ അച്ഛനും അമ്മയും വിശ്വനാഥന്റെ അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചിട്ട് വർഷങ്ങളാവുന്നു. വിശ്വനാഥന്റെ അമ്മ സുമംഗലയും സഹോദരൻ രഘുനാഥനും കുടുംബവും വന്നിട്ടുണ്ട്. വിശ്വനാഥന് ഒരു സഹോദരൻ മാത്രമാണുള്ളത്. ഇന്നലെ വൈകുന്നേരത്തിടെയും രാവിലെയുമായി എത്തിച്ചേർന്നാണ് ഓരോ കുടുംബവും. 7ാം മാസത്തിലെ ചടങ്ങ് വിപുലമായി നടത്തിയതിനാൽ കൂടുതൽ പേരെ ക്ഷണിച്ചിരുന്നില്ല. അടുത്ത മാസം ശരണിന്റെ വിവാഹ നിശ്ചയം ആർഭാടത്തോടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിനായിരിക്കും എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുക. ആ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞ് രാധികയുടെ കയ്യിലാണ്. സ്പോഞ്ച് പോലൊരു പിങ്ക് ടർക്കി വെച്ച് കുഞ്ഞിന്റെ നനവ് ഒപ്പുകയാണ് രാധിക. ചന്ദന കണ്ണാടിക്ക് മുന്നിലാണ്. കരിമ്പച്ച നിറത്തിലൊരു ബ്ലൗസും അതേ കരയോടുകൂടിയ സെറ്റ് സാരിയുമാണ് അവളുടെ വേഷം. നീണ്ട സമൃദ്ധമായ മുടിയിഴകൾ അവളുടെ പുറം നിറഞ്ഞു നിന്നു. കണ്ണുകൾ എഴുതി നെറ്റിയിൽ പൊട്ടുകുത്തി നെറുകയിൽ സിന്ദൂരവും ചാർത്തി തിരിഞ്ഞ ചന്ദനയെ കണ്ട് ചിഞ്ചുവിന്റെ കണ്ണും മനസ്സും നിറഞ്ഞു. ദേവി പോലൊരു രൂപം, അത്രമേലൊരു സൗന്ദര്യം. അത് വസുവിന് അവളോടുള്ള തീവ്ര പ്രണയത്തിന്റെയും പവിത്രമായ സ്നേഹത്തിന്റെയും പ്രതിഫലനമാണെന്ന് ചിഞ്ചുവിന് അറിയാമായിരുന്നു. വസുവിലേക്ക് പാളി ചിഞ്ചുവിന്റെ നോട്ടം. പ്രണയം തിങ്ങിയ മിഴികളോടെ ചൊടികളിൽ വിരിഞ്ഞ ചിരിയോടെ ചന്ദനയെ നോക്കുകയാണ്. അത് കണ്ട് ചിഞ്ചുവിന്റെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി ചേക്കേറി. ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കവിളിണകളെ നനച്ച് താഴേക്ക് ഒഴുകി. ചിഞ്ചു, ഹൃദയം തുളുമ്പുന്ന ആഹ്ലാദത്തോടെ ചന്ദന ചിഞ്ചുവിന്റെ മാറിലേക്ക് അണഞ്ഞു. ചിഞ്ചു ചന്ദനയെ ഇറുകെ പുണർന്നു. അയ്യേ, നീ വസു ആന്റിക്ക് ചിരിക്കുന്നു. തന്റെ ചുമലിൽ മുഖമമർത്തി ചന്ദന വീണ്ടും കരയുകയാണെന്ന് കണ്ടതും ചിഞ്ചു തിടുക്കത്തിൽ അവൾ അടർത്തി മാറ്റി. അപ്പോൾ മാത്രമാണ് ചന്ദന ചുറ്റുപാടിനെ കുറിച്ച് ബോധവതിയാവുന്നത്. രാധികയും വസു ഒരു ഇളം ചിരിയോടെ ഇരുവരെയും നോക്കുകയാണ്. പാർവതിയെയും ചൈതന്യയെയും കണ്ട് ചന്ദന ആ അരികിലേക്ക് നീങ്ങി. എനിക്ക് ഉറപ്പായിരുന്നു ചന്ദനയെ കണ്ടാ നീ കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യം മറന്നുപോകുന്നു. വസു ചിരിക്കുന്നുണ്ട്. ചിഞ്ചു അതാണ് ഓർത്ത്. കുഞ്ഞിനെ കാണാൻ അത്രമേലൊരു തിടുക്കവും കൊതിയും ഉണ്ടായിരുന്നു. എന്നിട്ടും ചന്തുവിനെ കണ്ടപ്പോൾ അവളെ മറന്നുപോയിരിക്കുന്നു. ചന്ദനയുടെ സ്ഥാനം മറ്റാർക്കുമില്ലെന്ന് ചിഞ്ചു സ്നേഹത്തോടെ ഓർത്തു. രാധിക കുഞ്ഞിനെ ബേബി ബെഡിലേക്ക് കിടത്തിയിരുന്നു. ചിഞ്ചു അരികിൽ ചെന്നിരുന്നു. കുഞ്ഞിനെ എടുക്കാൻ അറിയില്ലെന്ന് ചന്തുവിലേക്ക് നീണ്ട അവളുടെ മിഴികൾ വ്യക്തമാക്കി. പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ രാധിക ചിഞ്ചുവിന്റെ കൈകളിലേക്ക് എടുത്തു നൽകി. ചിഞ്ചു ശ്രദ്ധയോടെ അവളെ ഒതുക്കി പിടിച്ചു. ചിറ്റയുടെ വാവേ, ചിഞ്ചു നിറഞ്ഞ വാത്സല്യത്തോടെ വിളിക്കുന്നുണ്ട്. ഇങ്ങ് നോക്കടി, ഓർക്കാണോ നീ?
കണ്ണുകൾ സിമ്മി അടക്കുന്ന കുഞ്ഞിന്റെ നെറുകയിലൊന്ന് മുകർന്നു ചിഞ്ചു. അമ്മ ചൂടേറ്റതുപോലെ അവൾ ചിഞ്ചുവിന്റെ മാറിൽ ഉരസി. അതോടൊപ്പം കരച്ചിലും തുടങ്ങി. അയ്യോ കരയാതെ. ചിഞ്ചു ആ കുഞ്ഞിളം വിരലുകളിൽ പയ്യെ പിടുത്തമിട്ട് താലോലിച്ച് കരച്ചിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്നെ പോലെയല്ല, ഇവളെന്നോട് ഇണങ്ങുന്ന കൂട്ടത്തിലല്ലെന്നാ തോന്നുന്നത്. കരച്ചിൽ നോക്കിയേ. കരച്ചിൽ പിന്നെയും കൂടിയതും ചിഞ്ചു കുഞ്ഞിനെ ശ്രദ്ധയോടെ അരികിലേക്ക് വന്ന ചന്ദനയുടെ കയ്യിലേൽപ്പിച്ചു. പാല് കൊടുക്ക് ചന്ദന, കുളി കഴിഞ്ഞ് ഉറങ്ങുന്ന നേരാവള്. രാധിക ചന്ദനയോട് പറയുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഞാൻ കുടിക്കാനെടുത്ത് വരാം. അവിടേക്ക് എന്തായോ ആവും. എല്ലാവരും വന്നിട്ടുണ്ടെന്നല്ല ആരും ഒട്ട് ശരിക്കും ശ്രദ്ധിക്കാനും നേരം കിട്ടിയില്ലേ. രാധിക ധൃതിയിൽ മുറിക്ക് പുറത്തേക്ക് നടന്നു. ചേച്ചി ഞാൻ എടുത്തോട്ടെ, ഞാനന്ന് വന്നപ്പോഴും എനിക്ക് എടുക്കാൻ തന്നില്ല. ചൈതന്യ ചന്ദനയുടെ അരികെ പറ്റി നിൽക്കുകയാണ്. കരച്ചിലൊന്ന് ഒതുങ്ങട്ടെ കേട്ടോ, എന്നിട്ട് എടുക്കാൻ നിനക്ക്, ചന്ദന പറഞ്ഞു. അപ്പോഴേക്കും അവൾ ഉറങ്ങിയില്ലേ, ഞാൻ ഇപ്പം എടുത്തോളാം. ചൈതന്യ കുഞ്ഞിന്റെ കവിളും മൂക്കുമൊക്കെ തൊട്ടും തലോടെയും കുഞ്ഞിനെ വാങ്ങിച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞി കരയുന്ന കേൾക്കുന്നില്ലേ ചൈതു നിനക്ക്? നീ കുഞ്ഞിന് പാൽ കൊടുത്ത് ഉറക്കാൻ നോക്ക് ചന്തു. ഇനിയിപ്പോൾ ആളും ബഹളും കൈമാറിയെടുക്കലൊക്കെ ആകുമ്പോൾ കരച്ചിൽ കൂടെയുള്ളൂ. ഇപ്പൊ ഉറങ്ങട്ടെ അവള്. പാർവതി ചൈതന്യെ ശകാരിക്കുകയും ചന്ദനയോട് പറയുകയും ചെയ്തു. ചൈതന്യ അതോടെ മുഖം വെട്ടിച്ച് തിരിച്ച് ഒരു സൈഡിലായി പോയിരുന്നു. വന്നത് ഇതുപോലെ മുറിയിൽ ഇരിക്കരുത് ചൈതു, മോശം അത്. പുറത്ത് എത്ര പേരാ ഉള്ളു, അവർക്ക് എന്തിരുന്നു. വാ അവള് കുഞ്ഞിനെ ഉറക്കോട്ടെ. ഈ അമ്മ ഇതെന്തൊരു കഷ്ടം. പറയുന്ന കേട്ടാ തോന്നും അവർക്ക് എന്നെ കാണാൻ വന്നാണെന്ന്. വേണമെങ്കിൽ ആ വഴി കൂടെ നോക്കാം കേട്ടോ, പക്ഷെ എല്ലാം മുതിർന്നവരാ. നിനക്ക് പറ്റിയ പയ്യന്മാരൊന്നില്ല ആ കൂട്ടത്തില്. വസു ചിരിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ തന്നെ നോക്കി വെക്കുന്നുണ്ട്. കോളേജിൽ എന്തോരം ഉണ്ടെന്നോ. ചിലതിനെ കണ്ടാ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. സാറന്മാരാ മെയിന്. ചൈതന്യ അങ്ങ് വർണ്ണിച്ച് കയറുകയാണ്. പാർവമ്മ ഇതിനെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ചിഞ്ചു ചൈതന്യെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, ഞാനിങ്ങ് വഴിതെറ്റി പോയില്ല കേട്ടോ അമ്മ. ചൈതന്യ പാർവതിയെ ചേർന്ന് ഇന്ന് പറഞ്ഞു. ചന്ദന ആ സംസാരമൊന്നും ശ്രദ്ധിച്ചതേയില്ല. മുലപ്പാല് നുണയുന്ന തന്റെ കുഞ്ഞിലായിരുന്നു അവളുടെ ശ്രദ്ധ അത്രയും. മൂന്നുപേരും വെളിയിൽ പോയി. വസു മാത്രം ബാക്കിയായി. ചന്ദന കട്ടിലിൽ ചാരി കാലുകൾ നീട്ടിയിരിപ്പാണ്. മടിയിൽ ഫീഡിംഗ് ബെഡിലായാണ് കുഞ്ഞുള്ളത്. വളരെ പതിയെ അത്രയേറെ ശ്രദ്ധയോടെയാണ് അവൾ കുഞ്ഞിനെ മുലയൂട്ടുന്നത്. കുളി കഴിഞ്ഞാൽ കുഞ്ഞ് വേഗം ഉറക്കം പിടിച്ചിരുന്നു. വസു കുഞ്ഞിനെ എടുത്ത് ബേബി ബെഡിലേക്ക് കിടത്തി നെറ്റിയിൽ പതിഞ്ഞൊരു മുത്തം നൽകി. അതുകൊണ്ട് ചിരിയോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയ ചന്ദനയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവൻ. അയ്യോ എന്താണെന്നോ, ഈടായിട്ട് ഇങ്ങോട്ടൊരു ശ്രദ്ധയുമില്ല. വസു പരിഭവിക്കുകയാണ്. ചന്ദന ഒതുക്കി ചിരിച്ചു. ചിരിക്കുന്നു നീ? എഴുന്നേറ്റ കേട്ടോ, വാതിൽ കുറ്റിയിട്ടിട്ടില്ല. ആരെങ്കിലും വന്ന നാണക്കേടാ. എന്ത് ഭാര്യയുടെ മടിയിൽ തലവെച്ചെടുക്കുന്നു? നീ ഇപ്പോഴാ പഴയ ചന്ദന തന്നെയാ, ഒരു മാറ്റമില്ല. വസു എന്നത്തെയും പോലെ അത് തന്നെ പറഞ്ഞു. ഒരു ദിവസം 10 വട്ടമെങ്കിലും അവനത് പറയും. അത് കേൾക്കാൻ അവള് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സമയം പോകുന്നു, വേഷം മാറുന്നില്ലേ? നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവന്റെ മിനുസമാർന്ന മുടിയഴകൾ ഒതുക്കി നൽകി അവൾ ചോദിച്ചു. കുളിക്കണം, ഞാനാകെ മുഷിച്ചു, എന്തൊരു ചൂടാ. വസു ചന്ദനയുടെ വിരലുകളിൽ പിടുത്തമിട്ട് അവയെ തഴുകിക്കൊണ്ട് പറയുകയാണ്. ചന്ദന കുഞ്ഞുറങ്ങിയോ? നിങ്ങൾ അമ്മ അന്വേഷിക്കുന്നു. ചാരിവെച്ച വാതിലൊന്ന് മുട്ടി വസുവിന്റെ ചെറിയമ്മ വിളിച്ചു പറയുന്നുണ്ട്. ആ ദേ വരുവാ. വസു വേഗത്തിൽ എണീറ്റ് വാതിൽ തുറന്നവരോട് പറഞ്ഞു. കുളിച്ചു മാറിയിട്ട് വായോ, ഞാൻ ചെല്ലട്ടെ. ചന്ദന മുറിവിട്ടിറങ്ങി. വസു കുളി കഴിഞ്ഞു വന്ന് ചന്ദനയുടെ ബ്ലൗസിന് ചേരും വിധം കരിമ്പച്ച നിറത്തിലൊരു ഷർട്ടും കസവുമുണ്ടും ധരിച്ചു. ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഒന്നുകൂടെ നോക്കി വസുവും ഹാളിലേക്ക് നടന്നു. വേദാത്മിക, വേദങ്ങളുടെ ആത്മാവോട് കൂടിയവൾ. എല്ലാവരും കണ്ടെത്തിയ ഒരുപാട് പേരുകളിൽ നിന്നും ശരണാണ് ആ പേര് തെരഞ്ഞെടുത്തത്. ഏവർക്കും അത് സ്വീകാര്യമായിരുന്നു. വേദാത്മിക വാസുദേവ്. വസു കുഞ്ഞിന്റെ കാതിൽ പേര് ചൊല്ലി വിളിച്ചു. ചന്ദനയുടെ മഞ്ഞ നിറവും വസുവിന്റെ ചായയുമാണ് അവൾക്ക്. വിടർന്ന കണ്ണുകളും കുഞ്ഞു നാസികത്തുമ്പും ചെറുചുണ്ടുകളുമായൊരു സുന്ദരി പൈതൽ. ഏവരും സമ്മാനിച്ച പൊന്നിൽ മൂടിയിരുന്നവൾ. ചിഞ്ചു നീ പരിചയപ്പെട്ടോ? ദിസ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി മാതാശ്രീ. അതുപോലെ ഇത് ഒരേ ഒരു അച്ഛൻ. ഏട്ടനും ഏടത്തി അതുപോലെ, ഒന്നേയുള്ളൂ രണ്ടും. പിന്നെ ദേ ഇതാണ് ഒന്നിൽ കൂടുതലുള്ളത്, ഈ 2 കുറുമ്പന്മാർ. ശരൺ ചിഞ്ചുവിനെ തന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുകയാണ്. ശരണിന്റെ പെണ്ണുകാണൽ പ്രമാണിച്ച് നാട്ടിൽ വന്നതായിരുന്നവർ. ഇനി നിശ്ചയം കഴിഞ്ഞാണ് മടക്കം. പോകുന്നതിന് മുന്നേയായി നിശ്ചയം നടത്തി വെക്കണമെന്നത് ശരണിന്റെ അച്ഛന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് വരുന്ന മാസം ആദ്യത്തെ ഡേറ്റ് തന്നെ എടുത്തത്. ഇനിയും ശരണിനെ അതുപോലെ വിടാൻ ശരണിന്റെ അച്ഛൻ രവീന്ദ്രൻ ഉദ്ദേശിച്ചിരുന്നില്ല. ചിഞ്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. ചിഞ്ചുവിനെ നോക്കുന്ന കണ്ണുകളിലൊക്കെ ഒരു നിരാശ സ്ഥാനം പിടിച്ചിരുന്നു. ശരൺ അത്രയേറെ മനസ്സിൽ കൊണ്ടുനടന്ന പെൺകുട്ടി സ്വന്തമാവണം അല്ലെങ്കിൽ സ്വന്തമാക്കണമെന്നൊരു ശാഠ്യമല്ലായിരുന്നു അവനിൽ. തികച്ചും നിസ്വാർത്ഥമായൊരു പ്രണയം. എങ്കിലും അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്തിനോ ഇനി കാര്യമില്ലെന്നറിഞ്ഞിട്ടും പാടില്ലെന്നറിഞ്ഞിട്ടും ശരണിന്റെ അമ്മയ്ക്ക് ഉള്ളിലൊരു സങ്കടം തിങ്ങി. സരികയും നന്നായി നോക്കിക്കാണുകയായിരുന്നു ചിഞ്ചുവിനെ. കാലങ്ങളായി അമ്മയിൽ നിന്നും ശരത്തേട്ടിൽ നിന്നും ശരണിൽ നിന്നും കേൾക്കുന്ന പേരാണ് ചിഞ്ചു എന്നത്. തങ്ങളോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല ശരണിന്. അങ്ങനെ ഒരു ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി ക്യാരക്ടറാണ് അവൻ.
ആർക്കും വേഗത്തിൽ ഇഷ്ടം തോന്നുന്ന ഒരു സംസാരവും പെരുമാറ്റവും. തന്നെ നേരത്തെയായി കണ്ടിട്ടില്ല. സ്വന്തം ചേച്ചിയാണ് താൻ. അവന് വിളിക്കുന്നവൻ ചേച്ചി എന്ന് തന്നെയാണ്. ശരണിന്റെ വിളികേട്ടാണ് വസുവും വരുണ ഏടത്തിന്ന് മാറി ചേച്ചിന്ന് വിളിച്ചു തുടങ്ങിയത്. ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സിമ്പിൾ അനാർക്കലിയാണ് മുന്നിൽ നിൽക്കുന്നവരുടെ വേഷം. ചുമലിൽ അല്പം താഴെയായി യു ഷേപ്പിൽ പരന്നു കിടക്കുന്ന ഇളം ബ്രൗൺ നിറത്തുള്ള മിനുസമാർന്ന മുടിയിഴകൾ, നെറ്റിയിൽ കടുകുമണിയോളം മാത്രമുള്ള ഒരു കറുത്ത പൊട്ട്, കഴുത്തിൽ നേർത്തൊരു പ്ലാറ്റിനം ചെയിൻ, കാതുകളിൽ കുഞ്ഞു വെളുത്ത മുട്ടുകൾ, അത്രമാത്രം. മറ്റു യാതൊരു സമയങ്ങളോ ഒരുക്കങ്ങളോ മുന്നിൽ നിൽക്കുന്നവളിൽ കണ്ടെത്താൻ സരികക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടും ശ്രേയേക്കാൾ സുന്ദരി. സരിക ഓർത്തു. എപ്പോഴാ വന്ന് അച്ഛനോടെ? ശരത്ത് ചോദിക്കുന്നുണ്ട്. 2 ദിവസമായി നാട്ടിലെത്തിയിട്ട്. പപ്പ ഇന്നലെ വന്നിരുന്നു. ഫാമിലി ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, ഇന്ന് അവിടെ പോയിരിക്കുക. ചിഞ്ചു മറുപടി നൽകി. ആ ഒപ്പം ശരണിന്റെ അമ്മയും സരികയും ചിഞ്ചുവിനോട് ഓരോന്നൊക്കെ ചോദിച്ചു. അതിനിടയിൽ ചിഞ്ചു ശരത്തിന്റെ മക്കളെ വരുതിയിലാക്കി. ശരൺ ഇടയ്ക്കൊക്കെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. രണ്ടാളും പരസ്പരം ഇണങ്ങുന്നില്ല, അടിയിടിയാണ്. അതിനിടയിൽ പരാതി പറച്ചിലും. ശരൺ പറഞ്ഞ പോലെ കുറുമ്പന്മാർ തന്നെയാണ്. ചിഞ്ചു ചിരിയോടെ ഓർത്തു. തിലകരാമനും പാർവതിയും ചൈതന്യം സന്ധ്യയ്ക്ക് മുന്നെയായി മടങ്ങി. ശരണിന്റെ ഫാമിലി ഒഴികെ മറ്റുള്ളവരൊക്കെ വൈകുന്നേരത്തോടെ പോയിരുന്നു. ചന്ദനയുടെ നിർബന്ധമേറിയതിനാൽ ചിഞ്ചു അന്ന് അവിടെ കൂടി. കുഞ്ഞിപ്പെണ്ണ് പകലിലെ കരച്ചിൽ കാരണം നന്നേ ക്ഷീണിച്ചിരുന്നു. പതിവിലും നേരത്തെ ഉറക്കമായവൾ. പാവാ ശരൺ, ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നവന് മനസ്സൊന്ന് പാകപ്പെടുത്താൻ. രാത്രിയിൽ മുറിയിലിരുന്ന് ഓരോന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ചന്ദന ചിഞ്ചുവിനോട് പറയുകയാണ്. ശ്രേയയുടെ പ്രപ്പോസല് വളരെ മുന്നേ സരിക ചേച്ചി കൊണ്ടുവന്നാണ്. അന്നൊക്കെ ശരൺ ഒഴിഞ്ഞു മാറിയതിനാൽ പിന്നീട് അത് വേണ്ടെന്ന് വെച്ച്. ഇപ്പൊ ശരൺ അർത്ഥസമ്മതം മൂളിയപ്പോൾ എല്ലാവരും പിടിച്ച് വിടിയാലെ പിടിച്ച്. ശ്രേയയുടെ വീട്ടുകാർ ശരണിന്റെ പ്രപ്പോസൽ വിട്ടുകളഞ്ഞിരുന്നില്ല. അന്നത്തെ അതേ താല്പര്യം അവർക്ക് ഇന്നുണ്ട്. സരിക ചേച്ചിയുടെ ബന്ധത്തിലുള്ളതാണ്, നേരെ കസിനൊന്നല്ല. ഏതായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ശ്രേയയും വീട്ടുകാരെയും. ചന്ദന പറഞ്ഞു. ശരണിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ശരൺ അതിനാകെ 1-2 വട്ടം കണ്ടതേ ഉള്ളൂ. പെണ്ണ് കാണലും പിന്നെ അതിന് മുമ്പൊരിക്കൽ ശരത്തേണ്ട കല്യാണത്തിനും. അന്ന് ശ്രേയ നന്നായി ചെറുതാ. ശ്രേയക്ക് നമ്മളെക്കാൾ പ്രായം കുറവാ. എന്റെ ചന്തു, നീ എപ്പോഴും ഇത്രയ്ക്ക് സംസാരിക്കാൻ പഠിച്ച്? ഇപ്പൊ നീ നോൺ സ്റ്റോപ്പ് ആണല്ലോ. ചിഞ്ചു ചിരിക്കുകയാണ്. പോ ചിഞ്ചു, നീ ചിരിക്കൊന്നും വേണ്ട. എല്ലാവരോടൊന്നുമില്ല, നിന്നോടല്ലേ ഉള്ളൂ. അന്ന് നിന്നോടുണ്ടായിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? അത് പറ. എന്തുദ്ദേശം? ചിഞ്ചു മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക്? ഇവിടെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നീ ഈ കുടുംബത്തിലേക്ക് തന്നെ വന്നിരുന്നെങ്കിലെന്ന്. ചിഞ്ചു ഒന്ന് പുഞ്ചിരിച്ചു. ഇനിയിപ്പോൾ എന്ത് കാരണം പറഞ്ഞാ നീ ഒഴിഞ്ഞു മാറുന്നു? നിനക്കൊരു ജീവിതം വേണ്ടേ ചിഞ്ചു? എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ തനിച്ച്? ഇനി ശരണിൻ്റെ മുമ്പിൽ സണ്ണിയുമില്ല. രണ്ടാളെയും നീ മാറ്റി നിർത്തി. മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കാൻ പാടില്ലേ? അയ്യോ എൻ്റെ ചന്തു, ഇപ്പം മോൾ ഉണരും. അപ്പോഴേക്കും നീ കുറച്ച് ഉറങ്ങാൻ നോക്ക്. വസു പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ രാത്രിയിൽ ഉറക്കം കുറവാണെന്ന്. നീ വിഷയം മാറ്റാനും ശ്രമിക്കണ്ട. ഇല്ലടി, എത്രയോ സമയം കിടപ്പിന് ഇനിയും. ആലോചിക്കാം നമുക്ക് കേട്ടോ. നീ അല്പം മയങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചിഞ്ചു പുറത്തേക്ക് നടന്നു. രാധികയും ശരണിൻ്റെ അമ്മയും കിച്ചണിലാണ്. വസുവും ശരത്തും അച്ഛന്മാരും ഹാളിലുണ്ട്. സരിക ചേച്ചി ഒരു പ്ലേറ്റുമായി 2 പുറകെയാണ്. ശരണിനെ മാത്രം കണ്ടില്ല. കയ്യിലെ ഫോൺ റിങ് ചെയ്തപ്പോൾ അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ ചിഞ്ചു നേരെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. എവിടെയാടി? ഞാൻ വസുവിൻ്റെ വീട്ടിലെ പപ്പ. ഇന്ന് അവിടെ കൂടിയോ? ചന്തി വിടുന്നില്ലായിരുന്നു. ശരണിൻ്റെ ഫാമിലിയുണ്ട്. ഇവിടെ എന്ത് രസാന്നറിയോ? അതിനല്ലേ ശരണിനെ കിട്ടി അവിടെ സ്ഥിരമായിക്കോളാം ഞാൻ നിന്നോട് പറഞ്ഞ്. ഈ പപ്പ ചന്തുവിൻ്റെ ഇതിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഇനി പപ്പയുടെ വകയെ ആയിക്കോളൂ. നിങ്ങൾക്കൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പേടിച്ചിട്ടാ ഞാൻ നാട്ടിൽ വരാൻ മടിച്ച്. ചന്തു എന്തു പറഞ്ഞു? ശരണിനെ വിവാഹം ചെയ്യാൻ പറഞ്ഞോ? എന്നല്ല, പപ്പയെ പോലെ എന്നോർത്ത് വറി ചെയ്യാ അവള്. പക്ഷെ എന്ത് കാര്യം? നിന്നെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ. പപ്പ ഇല്ലേ, ഞാനൊന്നും പറയുന്നില്ലായി. വെച്ചേക്കുവാ, ഇവിടെ പരിപാടി കണ്ടില്ല. ഓ, രാത്രിയിലെ പരിപാടി ഓവറാക്കിക്കരുത് കേട്ടോ. ഇല്ലടി. എബ്രഹാം ചിരിക്കുന്നുണ്ട്. അതാ ചിരി കേട്ട എനിക്ക് അറിഞ്ഞൂടെ. ഓടി, നീ ചെല്ല്, എല്ലാവരും ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ശരി അപ്പ, ഗുഡ് നൈറ്റ്, മിസ് യു. ഗുഡ് നൈറ്റ്, മിസ് യു ടു. കോളർ ടി വി സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോഴാണ് ഗാർഡിനരിയുള്ള സിമെന്റ് വെച്ചിൽ ശരൺ ഇരിക്കുന്നത് കണ്ടത്. ആരോടാ? ശ്രേയോടാണോ? ചിഞ്ചു അരികിലേക്ക് ചെന്ന് കുസൃതിയോട് ചോദിച്ചു. സണ്ണിയാ? ശരൺ ഫോൺ സേവിയിൽ നിന്നെടുത്ത് സ്ക്രീൻ അവൾക്ക് നേരെ തിരിച്ചു. അപ്പുറത്തുള്ള ആൾ കട്ട് ചെയ്തല്ലോ, എന്താണോ? ഞാൻ വന്നുകൊണ്ടാണോ? ഏയ്, ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നവൻ. നാളെ വിളിക്കാമെന്ന്. നിന്നെ കാണുമ്പോൾ കട്ട് ചെയ്യാൻ നീ അറിയാത്ത എന്ത് സീക്രട്ടാ ഞങ്ങൾക്ക്? ശരൺ ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും പുരുഷന്മാർ തന്നെയാ. എന്തോരം കാണും ലേഡീസ് അറിയാത്തായിട്ട് അവിടെ. ആ ബെഞ്ചിന് ഒരറ്റത്ത് അവളും ഇരിപ്പുറപ്പിച്ചു. എന്നാ ഉണ്ട് കേട്ടോ, നീ അങ്ങനെ ഇരുതേ സ്ഥിതിക്ക് ഇനി അത് ഞാനായിട്ട് തിരുത്തുന്നില്ല. സണിയോടും കൂടെ പറഞ്ഞേക്കാം നിനക്ക് ഈ വക സംശയങ്ങളാണെന്ന്. ആ കയറി വെച്ചുള്ള സംസാരം കേട്ട് ചിഞ്ചു ചിരിച്ചു. എന്താണ് സണ്ണി വരാഞ്ഞ്? വസു പറഞ്ഞിരുന്നല്ലോ വരുമെന്ന്. ചിഞ്ചു അന്വേഷിച്ചു. ഉറപ്പ് പറഞ്ഞിരുന്നില്ല, വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവന്. പക്ഷെ അവൻ്റെ ജോലി നിരക്ക് അതുപോലെയല്ലേ. മറ്റെന്തിനേക്കാളും പ്രാധാന്യം സണ്ണി ഇപ്പോൾ കൽപ്പിക്കുന്നത് അതിനാണ്. ശരണിന്റെ സ്വരത്തിൽ സണ്ണിയോർത്തുള്ള അഭിമാനം കലർന്നിരുന്നു. അവൻ കഴിഞ്ഞ മാസം വന്നു പോയതാ. സെലിന്റെ ആണ്ടായിരുന്നു.
ഇനി അടുത്ത മാസമുള്ള നാട്ടിലേക്ക് നിശ്ചയത്തിന്. അന്നേ ദിവസം ഇങ്ങ് എത്തിക്കോളാൻ നേരിട്ടുണ്ട്. ആരുടെ നിശ്ചയത്തിന്? ചിഞ്ചു ചിരിയൊതുക്കി. ശരൺ ചിഞ്ചുവിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി. എന്തു പറയുന്നു ശ്രേയ? സുഖമായിട്ടിരിക്കുന്നോ? വിളിക്കാറില്ലേ? ആ, അമ്മയും സരികേച്ചയെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ശരണോ? ഇപ്പോഴേ സംസാരിച്ചു തീർത്താൽ പിന്നീടെന്നാ സംസാരിക്കണ്ടാവുക. 1 ഇയർ ഉണ്ട് മാരേജിന്. ശരൺ കണ്ണിറുക്കി. 1 ഇയർ ഉണ്ടെങ്കിലും മറുസൈഡിലുള്ള ആൾക്ക് സമയം കുറവായിരിക്കും കേട്ടോ. ഡോക്ടറല്ലേ, എപ്പോഴും തിരക്കായിരിക്കും. കാണുന്നില്ലേ സണ്ണി എൻ്റെ പപ്പയൊക്കെ? അത് കുഴപ്പമില്ല, ഡോക്ടറാണല്ലോ, അത് മതി. അയ്യടാ നോക്കിയേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ. ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ ഈശ്വര. ചന്തുവാസൊക്കെ പറഞ്ഞു ശരൺ ഇപ്പോഴും പാതി മനസ്സിലാണെന്ന്. ഞാനതോർത്ത് ചെറിയ ടെൻഷനിലായിരുന്നു. ആവു, ഇപ്പോഴാണ് സമാധാനമായത്. 1 ഡിഗ്രി പോലും ഇല്ലാത്ത തലതെറിച്ചവളാണ് വധു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഗുമ്മുണ്ട് വധു ഡോക്ടറാണെന്ന് പറയുന്നതിന്. ശരൺ ചിരിയൊതുക്കി. കളിയായിക്കോ, എനിക്ക് ഒരു ദിവസം അന്ന് ഞാൻ കാണിച്ചു തന്നേക്കാം. വരട്ടെ, നിനക്കായിട്ടൊരു ദിവസം വരട്ടെ. എന്നാലും എവിടെയായാലും ഉയർച്ചയിലെത്തിയാൽ മതി കേട്ടോ. ശരൺ പുഞ്ചിരിച്ചു. അത് അംഗീകരിക്കുമ്പോൾ ശിരസാനിക്ക് അവളും തിരിച്ചു നൽകിയൊരു പുഞ്ചിരി. എന്നെ കെട്ടിക്കാൻ മാത്രമേ തിരക്കുള്ളൂ. മിസ് ചഞ്ചല എലിസബത്തിനെ കെട്ടിപ്പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? ശരൺ ചോദിക്കുകയാണ്. ആദ്യം ചന്തു, പിന്നെ പപ്പ, ദേ ഇപ്പൊ ശരൺ, ഇന്നിത് 3ാമത്തെയാ. അത് കേട്ട് ശരൺ ചിരിച്ചു. അങ്ങനെ ഉദ്ദേശമില്ലായികയൊന്നുമില്ല. പപ്പയും ഞാനിപ്പോൾ തീരെ ഒത്തുപോകുന്നില്ല. വീട്ടു ജോലികളും പാചകവും ഞാൻ പഠിച്ചെടുത്താൽ പിന്നെ പപ്പ ഒരു കൈ സഹായത്തിന് പോലും കിട്ടാറില്ല. എല്ലാം എൻ്റെ തലയിലാ. ചോദിക്കുമ്പോൾ ഒരു ന്യായം. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തില്ലേ, ഇനി നീ അങ്ങ് ചെയ്താൽ മതിയെന്ന്. മിക്കവാറും ഉടനെ ഞങ്ങൾ കൂട്ടുവെട്ടി 2 വഴിക്കാവും. അപ്പോഴേക്കും ഞാൻ പുതിയ കൂട്ടി തേടേണ്ടിയിരിക്കുന്നു. ആ, അതാരായാലും അയാളുടെ കഷ്ടകാല. ശരൺ ചിരിച്ചു. ഓ ആയിക്കോട്ടെ. ചിഞ്ചു മുഖം വെട്ടി തിരിച്ചു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ശരണിന്റെ മിഴികൾ ഒരു മാത്രം ചിഞ്ചുവിൽ തങ്ങി. നിലാവെളിച്ചത്തിൽ അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. കാറ്റിൽ പാറിപ്പറക്കുന്ന ബ്രൗൺ മുടിയിഴകൾ ആ സൗന്ദര്യത്തിന് മാറ്റേകി. എങ്ങനെയാണ് ഈ ഒരുവൾ അത്രമാത്രം ഹൃദയത്തിൽ വേരൂന്നി പിടിച്ചത്? എന്നേക്കുമായി അടിത്തട്ടിൽ ഒതുക്കി ഒളിപ്പിച്ചു വെച്ചിട്ടും അതെങ്ങനെയാണ് വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന്? എന്തുകൊണ്ടാണ്? ഒരു സുഖമുള്ള അതിലേറെ വേദനകൾ എന്നൊരു നോവുണർന്നു ശരണിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഏതാനും പാർട്ടുകൾ കൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ്. പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്.